കഥയുടെ തുടക്കത്തിൽ തന്നെ അമേരിക്കൻ ആർമി പെട്രോളിങ്ങിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവരുടെ ലേഡി ബോസ് വന്ന് പറയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രാവോ ടീമിനെ കാണാനില്ല എന്ന്. അങ്ങനെ അവർ ബ്രാവോ ടീമിനെ അന്വേഷിച്ച് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് ബ്രാവോ ടീമിന്റെ വണ്ടിയുടെ ടയർ മാർക്സ് അവർ കാണും. അപ്പോഴാ ലേഡി പറയും അവർ ഈ ഡയറക്ഷനിലായിരിക്കും പോയിരിക്കുന്നത്, നമുക്കും ഇതിലെ തന്നെ പോയി നോക്കാമെന്ന് പറയും. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിലുള്ള ഒരു പട്ടാളക്കാരൻ കാണുന്നത് ഒരു തണ്ടർ സ്റ്റോം അവരുടെ നേരെ വരും. ഇത് കാണുന്ന ലേഡി ബോസ് പറയും ആരും പേടിക്കരുത്, എന്ത് വന്നാലും നമ്മൾ ഇതൊക്കെ അതിജീവിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന്. അങ്ങനെ വണ്ടിയും എടുത്ത് അവർ മുന്നോട്ട് പോകും. പോകുന്ന വഴിക്ക് തനിക്ക് പ്രിയപ്പെട്ട ഒരു റിംഗ് എടുത്ത് നോക്കിയ ശേഷം അതൊരു ബോക്സിൽ അടച്ചു വെക്കും. അപ്പോഴേക്കും അവർ ആ സ്റ്റോമിന്റെ അകത്ത് പെട്ടിരുന്നു. എന്നാൽ അവർക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. ഒരു മായിക ലോകത്ത് എത്തിയതുപോലെ ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ തണ്ടർ സ്റ്റോമൊക്കെ നിന്ന് അവർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു. എന്നാൽ ഇത് കാണുന്ന മറ്റു പട്ടാളക്കാർ ലേഡി ബോസിനോട് ചോദിക്കും നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്. എന്നാൽ അവർ പറയും നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരെയാണ് മരുഭൂമിയുള്ളത്, പക്ഷെ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന്. അപ്പോഴേക്കും ഒരു പട്ടാളക്കാരൻ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറയും. അവരെല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ബ്രാവോ ടീമിന്റെ വണ്ടി എന്തോ ഒന്ന് ആക്രമിച്ചതുപോലെ കത്തിക്കരിഞ്ഞ് അവിടെ കിടക്കും. അപ്പോഴേക്കും ലേഡി ബോസ് അവരോട് പറയും ബ്രാവോ ടീമിനെ ആക്രമിച്ചവർ ഇവിടെ അടുത്ത് തന്നെ കാണും, നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് അവർ വണ്ടിയും എടുത്ത് സെർച്ച് ചെയ്യാനായി പോകും. എന്നാൽ ഇതേ സമയം ദൂരെ നിന്നൊരുത്തൻ ലേഡി ബോസിനെയും ടീമിനെയും ബൈനോക്കുലറിലൂടെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് ലേഡി ബോസും ടീമും ഒരു ഡ്രാഗന്റെ സ്കെൽട്ടൺ കണ്ട് വണ്ടി അവിടെ നിർത്തും. ഇത്രയും വലിയൊരു ജീവിയെക്കുറിച്ച് അവർ ഒരിക്കൽ പോലും കേട്ടിരുന്നില്ല. എന്നാൽ ഇതേ സമയം ദൂരെ നിന്ന് ഡഗ്ലസ് എന്ന പേരുള്ള ഒരുത്തൻ അമ്പയും. എന്നാൽ തങ്ങളെയാണ് അവൻ ആക്രമിക്കുന്നതെന്നും കരുതി ബോസിന്റെ കൂടെ ഉണ്ടായിരുന്നവർ അവന് നേരെ വെടിയുതിർക്കാൻ തുടങ്ങും. എന്നാൽ അവൻ നമുക്ക് എന്തോ വാണിംഗ് ആണ് തരുന്നത്, അവന് നേരെ വെടിവെക്കരുതെന്ന് ബോസ് അവരോട് പറയും. പെട്ടെന്ന് അവിടെ ഭൂമികുലുക്കം ഉണ്ടാകുന്നത് പോലെ അനങ്ങാൻ തുടങ്ങും. അവരെല്ലാവരും വണ്ടിയും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോഴേക്കും ഒരു മോൺസ്റ്റർ ജീവി മണ്ണിന്റെ അടിയിൽ നിന്നും അവരുടെ നേരേക്ക് കുതിച്ചു ചാടി വരും. അവർ അതിന് നേരെ വെടിവെക്കുമെങ്കിലും ദേഷ്യം വന്ന മോൺസ്റ്റർ ജീവി ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വണ്ടിയെ മറിച്ചിടും. അതിനുശേഷം അവരെ ആക്രമിക്കാനായി പോകുമ്പോഴേക്കും മറ്റേ വണ്ടിയിലുണ്ടായിരുന്ന പട്ടാളക്കാരൻ മോൺസ്റ്ററിനെ ഡിസ്ട്രാക്ട് ചെയ്യാനായി അതിന് നേരെ വെടിവെക്കും. അപ്പോൾ അത് അവർക്ക് നേരെ പാഞ്ഞു വരും. അവരുടെ തൊട്ടടുത്തേക്ക് അത് ഓടിയെത്തുമ്പോൾ ലേഡി ബോസ് ഒരു മിസൈൽ സെറ്റ് ചെയ്ത് അതിനെ വെടിവെക്കും. എല്ലാം തന്നെ ദൂരെ നിന്ന് മാറി ഡഗ്ലസ് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവരുടെ കൂട്ടത്തിലെ ഒരു പട്ടാളക്കാരൻ താഴേക്ക് വീഴും. എന്നാൽ ആ മോൺസ്റ്റർ ജീവി ആ പട്ടാളക്കാരനെ തന്റെ കൊമ്പ് കൊണ്ട് കുത്തി കൊല്ലാനായി നോക്കുമ്പോൾ മരിക്കുന്നതിന് മുൻപ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് ആ മോൺസ്റ്ററിന്റെ ബോഡിയിലേക്ക് ഇടും. എന്നാൽ അത് ബ്ലാസ്റ്റ് ആയ ശേഷവും ആ മോൺസ്റ്റർ ജീവി മരിച്ചില്ല. ലേഡി ബോസും ടീമും അതിന് നേരെ വെടിവെക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ദൂരെ നിന്ന് ഡഗ്ലസും ആ ജീവിയെ അമ്പെയ്തു. ലേഡി ബോസും ടീമും അവിടെ നിന്ന് ഓടി ഒരു പാറക്കെട്ടിന്റെ അടിയിലേക്ക് കയറി. അപ്പോഴേക്കും ആ മോൺസ്റ്റർ ജീവി അവിടെ നിന്ന് തിരിച്ച് ആ മണലിലേക്ക് പോയിരുന്നു. എന്നാൽ അപ്പോഴേക്കും സമയം രാത്രിയാവും. ആ ഗുഹയിൽ ഒളിച്ചിരുന്ന ലേഡി ബോസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺ വളരെയധികം പേടിച്ച് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല എന്നൊക്കെ പറയും. നീ ധൈര്യമായിരിക്കും, എന്തൊക്കെ വന്നാലും നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് ലേഡി ബോസ് പറയുമ്പോഴേക്കും ഒരു മോൺസ്റ്റർ ചിലന്തി അങ്ങോട്ടേക്ക് വന്ന് ലേഡി ബോസിനെ തൂക്കിയെടുക്കും. എന്നാൽ മറ്റു പട്ടാളക്കാർ ആ ചിലന്തിയെ വെടിവെക്കാൻ തുടങ്ങും. വെടികൊണ്ട ചിലന്തി ബോസിനെ താഴേക്കിടും. ബോസിന്റെ അടുത്ത് വന്ന് ബോസിന് ജീവനുണ്ടോ എന്ന് നോക്കുമ്പോൾ അവർക്ക് യാതൊരു അനക്കവും ഇല്ലായിരുന്നു. അവർ മരിച്ചു എന്നും കരുതി ബോസിനെ അവിടെ ഉപേക്ഷിച്ച് അവർ അവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പോഴേക്കും മറ്റു ചിലന്തികൾ അവരുടെ പിന്നാലെ തന്നെ പോകും. എന്നാൽ ഇതെല്ലാം തന്നെ ഡഗ്ലസ് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട പട്ടാളക്കാർ ആ ചിലന്തികളുടെ കൂട്ടത്തിലേക്കാണ് ചെന്നുപെട്ടത്. അവരെ ഹെൽപ്പ് ചെയ്യാനായി ഡഗ്ലസും അതിന് നേരെ അമ്പെയ്തുവെങ്കിലും ആ ചിലന്തികൾ കൂട്ടത്തോടെ വന്ന് ആ പട്ടാളക്കാരെ ഓരോരുത്തരെയായി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ലേഡി ബോസ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ കണ്ണു തുറക്കുമ്പോഴേക്കും അവരുടെ അടുത്ത് ഒരു മോൺസ്റ്റർ ചിലന്തി വന്ന് നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം ബോസിന് ബോധം വരുമ്പോൾ ബോസ് ഉള്ളത് ചിലന്തിയുടെ വലയുടെ കൂട്ടിനുള്ളിലാണ്. അവർ അതിനുള്ളിൽ നിന്നും ഒരുവിധം സ്ട്രഗിൾ ചെയ്ത് പുറത്തേക്ക് വരും. അപ്പോഴാണ് അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന കൂട്ടിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അവരത് കണ്ട് പേടിച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതും. എന്നാൽ അതൊരു വലിയ കൂടായിരുന്നു. അവരവരുടെ കയ്യിൽ കിട്ടിയ ഒരു ലൈറ്ററും എടുത്ത് കത്തിച്ച് മുന്നോട്ടേക്ക് വരും. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് വരുന്നത്. എന്നാൽ ആ മോൺസ്റ്റർ ചിലന്തിയുടെ അറ്റാക്കിൽ അവൻ ഒരുപാടധികം തളർന്നിരുന്നു. അവനെയും എടുത്ത് അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ മോൺസ്റ്റർ ചിലന്തി അവരെ അറ്റാക്ക് ചെയ്യാനായി വരും. എന്നാൽ ആ പട്ടാളക്കാരന്റെ വയറ്റിനുള്ളിലെല്ലാം മോൺസ്റ്റർ ചിലന്തി മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. അവന്റെ വയറ് പൊട്ടി കുഞ്ഞു ചിലന്തികൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയർ സ്പ്രേ ഉപയോഗിച്ച് ലേഡി ബോസ് ആ സ്പൈഡറിനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമെങ്കിലും പിറകെ എത്തിയ ചിലന്തി ലേഡി ബോസിനെ പിടിച്ച് താഴേക്ക് കൊണ്ടുപോകും. എന്നാൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബോംബെടുത്ത് ആ സ്പൈഡറിനെ വീണ്ടും അറ്റാക്ക് ചെയ്ത ശേഷം അതിന്റെ കൂട്ടിൽ നിന്ന് ലേഡി ബോസ് പുറത്തേക്ക് വരും. പുറത്തു വന്ന ശേഷം തന്റെ ദേഹത്ത് എവിടെയെങ്കിലും ചിലന്തി മുട്ടയിട്ടിട്ടുണ്ടോ എന്നറിയാനായി തന്റെ ജാക്കറ്റെല്ലാം അവർ ഊരിക്കളയും. എന്നാൽ അപ്പോഴേക്കും ചിലന്തി അതിന്റെ കൂടിന്റെ ഫ്രണ്ടിലേക്ക് വരും. എന്നാൽ രാവിലെ വെയിലുള്ള സമയത്ത് ഒരിക്കലും ചിലന്തി പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് രാത്രിയാവാൻ വേണ്ടി ചിലന്തികളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും ഈ ചിലന്തികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതി ലേഡി ബോസ് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങും. അങ്ങനെ അവിടെ നിന്ന് കുറെ ദൂരം നടന്നപ്പോഴത്തേക്കും ലേഡി ബോസിന് വളരെയധികം ദാഹിക്കുന്നുണ്ടായിരുന്നു. അവരവിടെ എല്ലാം വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് അവരുടെ കണ്ണിൽ ഒരു പഴയ കപ്പൽ പെടുന്നത്.
ആ കപ്പലിനുള്ളിലെ ബാറിനകത്ത് വെള്ളമുണ്ടാകുമെന്നും കരുതി അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിനുള്ളിൽ നിറച്ചും മണൽ മാത്രമായിരുന്നു. അങ്ങനെ നിരാശയോടെ ആ കപ്പലിൽ ഇരിക്കുമ്പോൾ തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയ ബോസ് തന്റെ കയ്യിലുള്ള കത്തി എടുക്കുമ്പോഴേക്കും ഡഗ്ലസ് അങ്ങോട്ടേക്ക് വന്ന് ബോസിനെ ത്രട്ടൺ ചെയ്യും. അങ്ങനെ ബോസും ഡഗ്ലസും കൂടി ഫൈറ്റ് ആകും. ഒടുവിൽ ബോസിന്റെ കൈയും കാലും കെട്ടി ഡഗ്ലസ് അവരെയും കൊണ്ട് അവന്റെ ഷെൽട്ടറിലേക്ക് വരും. ആ ഷെൽട്ടറിനുള്ളിലെ ലിമിറ്റഡ് ആയ വാട്ടറും പായലും ഒക്കെ കഴിച്ചാണ് ഡഗ്ലസ് അവിടെ ജീവിച്ചിരുന്നത്. അപ്പോഴേക്കും സമയം രാത്രിയായിരുന്നു. ചിലന്തികൾ പുറത്തിറങ്ങിയിരുന്നു. അതേസമയം ബോസിന്റെ അറ്റാക്കിൽ മുറിവ് പറ്റിയ ഡഗ്ലസ് തന്റെ മുറിവിലൊക്കെ മരുന്ന് വെക്കുകയാണ്. ഡഗ്ലസിന്റെ ഷെൽട്ടറിലേക്ക് ചിലന്തികൾക്ക് കയറാൻ കഴിയില്ല. അടുത്ത ദിവസം രാവിലെ എന്നത്തെയും പോലെ ഡഗ്ലസ് ആ മോൺസ്റ്റർ ജീവിയെ പോയി നോക്കുകയാണ്. അതവിടെ തന്റെ അടുത്ത ഇരയ്ക്കായി വെയിറ്റ് ചെയ്ത് മണലിലൂടെ പോകുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്റെ ഷെൽട്ടറിലേക്ക് എത്തുമ്പോഴേക്കും ബോസ് തന്റെ കെട്ടൊക്കെ അഴിച്ച് ഡഗ്ലസുമായി ഫൈറ്റ് ആകും. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. എന്നാൽ ഫൈറ്റിന്റെ ഇടയിൽ ഡഗ്ലസ് ആ മോൺസ്റ്റർ ചിലന്തിയുടെ കൂട്ടിലേക്ക് ചെന്ന് വീഴും. ഡഗ്ലസ് താഴേക്ക് വീഴുന്നതും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചിലന്തികൾ. എന്നാൽ അപ്പോഴേക്കും ബോസ് ഡഗ്ലസിനെ വലിച്ച് മുകളിലേക്ക് കയറ്റും. അതിനുശേഷം ബോസ് ഡഗ്ലസിനോട് പറയും, ഇനി നമ്മൾ തമ്മിൽ ഫൈറ്റ് വേണ്ട, നമുക്ക് ഒരുമിച്ച് നിന്ന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന്. എന്നാൽ ബോസ് പറയുന്നതൊന്നും ഡഗ്ലസിന് മനസ്സിലായില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പീസ് ചോക്ലേറ്റ് ബോസ് ഡഗ്ലസിന് കൊടുക്കും. ഡഗ്ലസ് തന്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോസിനും കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആകും. എന്നിട്ട് ഡഗ്ലസ് ആ മോൺസ്റ്റർ ജീവിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ബോസ് അങ്ങോട്ടേക്ക് വന്ന്, അവിടെയുള്ള എന്റെ വണ്ടിയിൽ വെപ്പൺസ് ഉണ്ട്, അവിടേക്ക് പോയി നമുക്ക് വെപ്പൺസ് എടുത്ത് അതിനെ വെടിവെച്ച് കൊല്ലാമെന്ന് ആംഗ്യം കാണിക്കും. എന്നാൽ അതിനെക്കാട്ടി നല്ലത് ഈ മോൺസ്റ്റർ ചിലന്തിയുടെ പോയിസൺ വെച്ച് അതിനെ കൊല്ലുന്നതാണ് നല്ലതെന്ന് ഡഗ്ലസ് ആംഗ്യത്തിലൂടെ ബോസിനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോഴേക്കും ബോസ് പുറത്തു നിൽക്കുന്നത് കണ്ട് മോൺസ്റ്റർ ചിലന്തി അങ്ങോട്ടേക്ക് വരും. എന്നാൽ ഇത് അവരുടെ പ്ലാനിംഗ് ആയിരുന്നു. തൊട്ടപ്പുറത്ത് മാറി നിന്ന് ആ മോൺസ്റ്റർ ചിലന്തിയുടെ പോയിസണുള്ള കാല് വെട്ടിയെടുത്ത ശേഷം അതും എടുത്ത് തങ്ങളുടെ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ ആ ചിലന്തിയുടെ പോയിസൺ വെച്ച് ആയുധമുണ്ടാക്കിയ ശേഷം ബോസും ഡഗ്ലസും കൂടി ആ മോൺസ്റ്ററിനെ ആക്രമിക്കാനായി അതിന്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ അവർ വരുന്നത് കണ്ട് മോൺസ്റ്റർ അതിന്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ ഡഗ്ലസും മോൺസ്റ്ററും അതിന് നേരെ ഓടി ചെല്ലും. എന്നാൽ അടുത്തെത്തുമ്പോഴേക്കും ആ മോൺസ്റ്റർ ജീവി ബോസിനെ അടിച്ച് ദൂരേക്ക് കളയും. എന്നാൽ ഡഗ്ലസ് ആകട്ടെ ആ മോൺസ്റ്ററിന്റെ തലയിലേക്ക് കയറി ആ പോയിസൺ അതിന്റെ തലയിലേക്ക് കുത്തിയിറക്കും. എന്നാൽ ഡഗ്ലസിനെ അപ്പോഴേക്കും ആ മോൺസ്റ്റർ ജീവി ദൂരേക്ക് എടുത്ത് എറിയും. എന്നാൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് ആ മോൺസ്റ്ററിന്റെ തലയിലേക്ക് അമ്പെയ്ത ശേഷം അതിന്റെ മുകളിലേക്ക് കയറി ആ പോയിസണുള്ള വാള് ആ മോൺസ്റ്ററിന്റെ തലയിലേക്ക് കുത്തിയിറക്കി അതിനെ കൊല്ലും. എന്നാൽ ആ മോൺസ്റ്റർ ജീവിയെ കൊന്ന ശേഷം അറ്റാക്കിൽ പരിക്കേറ്റ് ഡഗ്ലസിനെയും എടുത്തുകൊണ്ട് ബോസ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഡഗ്ലസിന്റെ ഹെൽത്ത് എല്ലാം ഓക്കെ ആയതിനു ശേഷം ഡഗ്ലസ് ബോസിനെയും കൂട്ടി തന്റെ ഫാമിലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഡഗ്ലസിന്റെ നാട്ടിലെത്തിയ ശേഷം ബോസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവികളെയൊക്കെ ഡഗ്ലസ് ബോസിനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ആഹാരമൊക്കെ പാകം ചെയ്ത് അന്ന് രാത്രി അവർ അവിടെ തങ്ങും. എന്നാൽ അപ്പോഴേക്കും പെട്ടെന്നൊരു ജീവി അവരെ അറ്റാക്ക് ചെയ്യാനായി അങ്ങോട്ടേക്ക് വരും. എന്നാൽ അപ്പോഴേക്കും മോർഫസ് എന്ന പേരുള്ള ഒരുത്തൻ അവിടേക്ക് വന്ന് ബോസിനെ ഹെൽപ്പ് ചെയ്യും. ഇതേ സമയം ഡഗ്ലസ് ആ ജീവിയെ അറ്റാക്ക് ചെയ്യാനായി കാടിന്റെ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ബോസ് മോർഫസിനോട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതിൽ താങ്ക്സ് പറയുമ്പോഴേക്കും മോർഫസ് ബോസിന്റെ മുഖത്തിടിച്ച് ബോധം കെടുത്തും. അതിനുശേഷം മോർഫസ് ബോസിനെ കൊണ്ടുപോയി ലോക്ക് ചെയ്യും. എന്നാൽ ഡഗ്ലസ് ബോസ് എനിമിയല്ല, നമ്മളെ സഹായിക്കാൻ വന്ന ആളാണെന്നും പറഞ്ഞ് മോർഫസിനെ കൺവിൻസ് ചെയ്യും. അങ്ങനെ ഡഗ്ലസ് ബോസിനെ അങ്ങോട്ടേക്ക് വിളിച്ച്, നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലോകത്തേക്ക് പോകാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് മോർഫസ് ബോസിന് വാക്ക് കൊടുക്കും. അങ്ങനെ അടുത്ത മോൺസ്റ്ററിനെ കൊല്ലാനായി ഡഗ്ലസും മോർഫസും ബോസും കൂടി ആ മോൺസ്റ്ററിന്റെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ രാത്രിയോട് കൂടി ഒരു അയൺ ഡോമുള്ള സ്ഥലത്തേക്ക് അവർ എത്തും. ആ അയൺ ഡോം വഴിയാണ് ബോസിന് തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. എന്നാൽ പെട്ടെന്ന് ശബ്ദം കേട്ട് അവരെല്ലാവരും അലർട്ടാകും. അപ്പോഴേക്കും ആ ഡ്രാഗൻ അങ്ങോട്ടേക്ക് വരും. എന്നാൽ ഡ്രാഗനുമായി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല എന്ന് ബോസ് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത ശേഷം അവരൊരു സ്ഥലത്തേക്ക് മറഞ്ഞിരിക്കും. എന്നാൽ അപ്പോഴേക്കും അവരുള്ള സ്ഥലം കണ്ടെത്തി ഡ്രാഗൻ അങ്ങോട്ടേക്ക് എത്തി. ഡ്രാഗൻ അവർക്ക് നേരെ തീ തുപ്പാനായി വാ തുറക്കുമ്പോഴേക്കും ഡഗ്ലസ് അങ്ങോട്ടേക്ക് വരും. അപ്പോഴേക്കും ഡിസ്ട്രാക്ട് ആയ ഡ്രാഗൻ ഡഗ്ലസിന് നേരെ പോകും. എന്നാൽ ഡഗ്ലസ് ബോസിനോട് പറയും, ഡ്രാഗൻ തീ തുപ്പുന്നതിന് തൊട്ട് മുൻപ് അതിന്റെ ബോഡി വീക്ക് ആകും, ആ ടൈമിൽ വേണം നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യാനെന്ന്. അങ്ങനെ അറ്റാക്ക് ചെയ്യാനായി ബോസ് അതിന്റെ അടുത്തേക്ക് വരുമ്പോഴും പെട്ടെന്ന് ഡ്രാഗൻ തീ തുപ്പും. അവിടെ നിന്ന് ബോസ് വീണ്ടും ഒരു മായിക ലോകത്ത് നിന്ന് താഴേക്ക് വീഴും. കണ്ണ് തുറക്കുമ്പോൾ ബോസ് ഉള്ളത് ഭൂമിയിലാണ്. ബോസിന് തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും അമേരിക്കൻ ആർമി അങ്ങോട്ടേക്ക് എത്തി ബോസിനെ റെസ്ക്യൂ ചെയ്യും. ബോസിന്റെ ബോഡി അപ്പോഴേക്കും വളരെയധികം വീക്കായിരുന്നു. അതിനുശേഷം അവർ അമേരിക്കൻ ഇന്റലിജൻസിന് ഒരു മോൺസ്റ്റർ സാറ്റലൈറ്റ് ആക്രമണം ഉണ്ടായി എന്ന് പറയും. അങ്ങനെ ബോസിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ഫ്ലൈറ്റിൽ പെട്ടെന്നൊരു ഡ്രാഗൻ അറ്റാക്ക് ചെയ്യും. ബോസിന് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ യാതൊന്നും പറ്റില്ല. എന്നാൽ ആ ഡ്രാഗൻ അവിടെയുള്ള ഫ്ലൈറ്റും എല്ലാം തന്നെ തീ തുപ്പി നശിപ്പിച്ചു കളയും. അപ്പോഴേക്ക് തന്റെ സർവ്വശക്തിയും എടുത്ത് ബോസ് വീണ്ടും ആ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യാനായി പോകും. ഡ്രാഗന്റെ അടുത്തേക്ക് ചെന്ന് ബോസ് അതിന്റെ ചിറകിലേക്ക് ചാടി വീണു അതിന്റെ ഒരു ചിറക് കട്ട് ചെയ്യും. അതിനുശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് എടുത്ത് ആ ഡ്രാഗന്റെ വായിലേക്ക് എറിയും. അപ്പോഴേക്കും ആ ഡ്രാഗന്റെ ചിറകെല്ലാം കത്തിക്കരിഞ്ഞ് അത് അവശനാകും. എന്നാൽ അതിനുശേഷം ആ ഡ്രാഗൻ വീണ്ടും അറ്റാക്ക് ചെയ്യാനായി ഇറങ്ങുമ്പോഴേക്കും ഡഗ്ലസ് അങ്ങോട്ടേക്ക് വന്ന് ആ ഡ്രാഗനെ അമ്പ് ചെയ്ത് വീഴ്ത്തും. അങ്ങനെ ഭൂമിയിലേക്ക് വന്ന ഡ്രാഗനെ കൊന്ന് അവർ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോഴേക്കും മോർഫസ് അങ്ങോട്ടേക്ക് വന്ന് ബാക്കിയുള്ള ഒരു മോൺസ്റ്റർ എന്റെ ലോകത്താണ് ഉള്ളതെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ആ ഡ്രാഗനെ അറ്റാക്ക് ചെയ്യാനായി അങ്ങോട്ടേക്ക് പോകും. ആ ഒരു സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.